ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെർമിസെല്ലി കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡാണ്. ഇത് ഭയങ്കര എളുപ്പവും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് പോലെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു 3 സ്പൂണോളം 3 അല്ലെങ്കിൽ 4 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കസ്റ്റേർഡൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ലിറ്റർ പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ബൗളോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എന്നിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല കുറുക്കി എടുക്കാം. അപ്പോൾ കുറുകി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കസ്റ്റേർഡ് നമുക്ക് ചൂടാറാനായിട്ട് പുറത്ത് വയ്ക്കാം. ചൂടാറാനതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. എന്നിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സാണ്. നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മളിതേ ഇവിടെ നമ്മുടെ കസ്റ്റേർഡ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടത് നമ്മൾ പഴമാണ്, പിന്നെ നമ്മൾ മാംഗോ ആണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ ഏത്തക്കയാണ് കേട്ടോ ഇടുന്നത്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ആപ്പിളാണ് ഇടുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ഉണക്കമുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഡേറ്റ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു വെർമിസെല്ലി, അതായത് സേമിയയുടെ ഒരു മോൾഡ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് അല്ലാതെയും കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ കണ്ടതിന് നന്ദി.